വൈറ്റനിങ് ക്രീം നിർത്താൻ നോക്കുമ്പോൾ സ്കിന്ന് ഡാർക്ക് ആവുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് ആക്ച്വലി ആൽക്കഹോൾ പോലെ തന്നെ ഒരു അഡിക്ഷൻ ആണെന്ന്. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയിൽ സ്കിൻ ഡാമേജ് ആവാതെ വൈറ്റനിങ് ക്രീം സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. സ്റ്റെപ്പ് 1, ഗോ സ്ലോ. പെട്ടെന്ന് നിർത്താതെ ഗ്രാജുവൽ ആയിട്ട് നിർത്താം. ആദ്യത്തെ ഒരാഴ്ച ഓൾട്ടർനേറ്റ് ഡേയ്സ് യൂസ് ചെയ്യാം. പിന്നത്തെ 2 ആഴ്ച 3 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സാധനം എടുത്ത് വേസ്റ്റിൽ കളയണം. സെക്കൻഡ് സ്റ്റെപ്പ്, പ്രൊട്ടക്ട് യുവർ സ്കിൻ. നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിരിക്കുവാണ്. സോ ഡേ ടൈം ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആൻഡ് ഈവനിങ് ഒരു സെറമൈഡ് ബേസ്ഡ് മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. സ്റ്റെപ്പ് 3, സെൽഫ് കൺട്രോൾ. സ്മോക്കിംഗ് ഓർ ആൽക്കഹോൾ ഡി അഡിക്ഷൻ പോലെ തന്നെ വൈറ്റനിങ് ക്രീം നിർത്തുമ്പോഴും വിഡ്രോവൽ സിംറ്റംസ് വരും. നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡാർക്ക് ആവും, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, പിമ്പിൾസ് വരും. ഈ ഒരു പീരീഡിൽ ആ വൈറ്റനിങ് ക്രീം വീണ്ടും എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ഏർജ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഓൾസോ പാർലറിൽ പോയി ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലീച്ച്, ഫേഷ്യൽസ് ട്രൈ ഔട്ട് ചെയ്യാതിരിക്കുക. ഓൺലൈൻ കാണുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് റെറ്റിനോൾ, AHA, BHA, സ്ക്രബ്സ് ഒന്നും യൂസ് ചെയ്യരുത്. സ്റ്റെപ്പ് 4, ഒരു 3 to 4 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് ഏജൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നയസിനമൈഡ്, കോജിക് ആസിഡ്, അസലേക് ആസിഡ്. ഇതൊക്കെ യൂസ് ചെയ്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് വെളുത്ത് പാറാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ സ്കിന്നും കിഡ്നിയും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. സ്റ്റെപ്പ് 5, ബി പ്രിപ്പയർഡ് മെന്റലി. ഈ ഒരു ഡി അഡിക്ഷൻ പീരീഡിൽ നിങ്ങളെ കാണുമ്പോഴൊക്കെ നീ ആകെ കറുത്തു പോയല്ലോ മോനെ എന്ന് പറയുന്ന അമ്മായിമാർക്കൊക്കെ തക്കതായ മറുപടി നിങ്ങൾ കരുതി വെക്കണം.